ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കാം, അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ വിത്ത് എ പോസിറ്റീവ് ബേസ് എ ഗ്രേറ്റർ ദാൻ 1 ഈസ് ദി ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ്. അപ്പോൾ എ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ്, അത് ഗ്രേറ്റർ ദാൻ 1 ആണ് എയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എ ഗ്രേറ്റർ ദാൻ 1 എന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എ റേസ് ടു എക്സ് എന്നുള്ളത് രീതിയിലുള്ള ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ എന്നുള്ളത് അതിൻ്റെ ബേസ് ആയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, അതായത് എക്സിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് നമുക്ക് നോക്കിയാൽ അറിയാം. എക്സിന് എല്ലാ പോസിറ്റീവ്, നെഗറ്റീവ്, എല്ലാ റിയൽ നമ്പേഴ്സ് എല്ലാം പോസിബിളാണ്. അതുകൊണ്ട് ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ആറാണ് അല്ലേ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി എക്സിന് എല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ, എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കുമ്പോൾ റേഞ്ച് വരുന്നത് എന്തായിരിക്കും? അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ്. കാരണം എക്സിന് നെഗറ്റീവ് കൊടുത്താൽ എ റേസ് ടു മൈനസ് എക്സ് എന്നല്ലേ വരിക. എ റേസ് ടു മൈനസ് എക്സ് പറഞ്ഞാൽ 1/(a)(x) തന്നെയാണല്ലോ. അപ്പോൾ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻസ് ആർ പ്ലസ്, അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഡൊമൈനെ കുറിച്ചും റേഞ്ചിനെ കുറിച്ചുമുള്ള ഒരു അറിവ് കിട്ടിയല്ലോ. ഇനിയുള്ളത് ഈ ഫംഗ്ഷന് വേറൊരു പ്രത്യേകത, 0, 1 എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും ഗ്രാഫിലുണ്ടാവും. കാരണം എക്സിന് 0 കൊടുക്കുമ്പോൾ എ റേസ് ടു 0 അല്ലേ വരുന്നത്. അപ്പോൾ വൈ എന്നുള്ള വാല്യൂ 1 കിട്ടും അല്ലേ, ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഇനി എക്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാഫ് ഫസ്റ്റ് ക്വാഡ്രാൻറ്റിൽ റൈസസ് എബോവ് അങ്ങനെയാണ് വരുന്നത്. ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ്, അതായത് എക്സ് ഇൻക്രീസസ്, ദി ഗ്രാഫ് റൈസസ് എബോവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രാൻറ്റ്. ആൻഡ് ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, ദി ഗ്രാഫ് അപ്രോച്ചസ് ദി നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ് ബട്ട് നെവർ മീറ്റ് ഇറ്റ്. എക്സിൻ്റെ സ്മോളർ വാല്യൂസിന്, അതായത് സ്മോളർ വാല്യൂസ് ഇവിടെ നെഗറ്റീവ് വാല്യൂസിന് ഗ്രാഫ് സെക്കൻഡ് ക്വാഡ്രാൻറ്റിൽ എക്സ് ആക്സിസിനോട് അപ്രോച്ച് ചെയ്യും, പക്ഷേ മീറ്റ് ചെയ്യില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂസിന്, അതായത് ഗ്രേറ്റർ വാല്യൂസിന് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 0, 1 എന്നുള്ള പോയിന്റ് എപ്പോഴും ഗ്രാഫിലുണ്ടാവും, ഏത് ബേസ് ആയാലും അല്ലേ. അപ്പോൾ 10 ബേസ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് 10 റേസ് ടു എക്സിനെയാണ് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇ എന്നുള്ള ഒരു നമ്പർ ഉണ്ട്, അത് ബേസ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് ഇ റേസ് ടു എക്സ്, അതിനെയാണ് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇയുടെ വാല്യൂ 1 + 1/1 ഫാക്ടോറിയൽ + 1/2 ഫാക്ടോറിയൽ എക്സെട്ര ആണ്. ഈ സീരീസ്, സം ഓഫ് ദി സീരീസ്, അതാണ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്താൽ ഒരു ഇറാഷണൽ നമ്പറാണ് കിട്ടുക, ലൈസ് ബിറ്റ്വീൻ 2 and 3. ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ 2 അല്ലേ വരുന്നത്. ആദ്യത്തെ 1 ആണ്, രണ്ടാമത്തെ 1/1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 തന്നെയല്ലേ. അപ്പോൾ 1 + 1 2 വരും. അടുത്തത് 1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, അതായത് 0.5 വരും. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഡെസിമൽ നമ്പേഴ്സാണ് വരിക. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 2.7 സംതിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ കിട്ടുക. അതൊരു അവസാനിക്കാത്ത ഒരു ഡെസിമൽ പ്ലേസസ് ആണ് അതിന് വരുന്നത്. അതുകൊണ്ടാണ് അത് ഇറാഷണൽ നമ്പറായി മാറിയത്. So E is an irrational number lies between 2 and 3 and f of x equal to e raised to x is called natural exponential function. ഇത്രയാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൻ്റെ മറ്റൊരു വേർഷനാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയും. അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ ഒരു വേർഷനാണ്. അതിൻ്റെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് ഈ എ റേസ്ഡ് ടു എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നെടുത്താൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ഇതൊരു മറ്റൊരു ഫംഗ്ഷനായി മാറും. എ റേസ്ഡ് ടു എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ലോഗ് ബി വിത്ത് ബേസ് എ എന്ന് കിട്ടും. എക്സ് ഇവിടെ പവറാണല്ലോ, എ റേസ് ടു എക്സ് പറയുമ്പോൾ എയുടെ പവറല്ലേ എക്സ്. ആ എക്സ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് കിട്ടും? ലോഗ് ബി വിത്ത് ബേസ് എ എന്ന് കിട്ടും. ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ബേസ് ആയിട്ടുള്ള ലോഗരിതമിക് ഫംഗ്ഷൻ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്തിട്ടാണ്. എ റേസ് ടു എക്സ് ബി ആകുമ്പോൾ ലോഗ് എ റേസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് ബി എന്നല്ലേ കിട്ടാം.
അത് ലോഗിൻ്റെ പവർ റൂൾ ഉണ്ട്, അത് ഇനി ഇതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട്. ലോഗിൻ്റെ പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എ റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് ലോഗ് എ എന്നാണ്, ഈക്വൽ ടു ലോഗ് ബി എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു ലോഗ് ബി ബൈ ലോഗ് എ, അതാണ് ലോഗ് ബി വിത്ത് ബേസ് എ എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ലോഗ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷന് അത് നമ്മൾ വൈ എന്ന് വിളിച്ചാൽ മതി, വൈ ഈക്വൽ ടു ലോഗ് എക്സ് എന്നുള്ള അങ്ങനെ ഒരു ഫംഗ്ഷനാണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ നേരെ തിരിച്ചാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ ഡൊമെയിന് അവിടെയുള്ള റേഞ്ചാണ്, അതായത് ആർ പ്ലസ് അല്ലേ, ഈ റേസ് ടു എക്സിൻ്റെ റേഞ്ച് അല്ലേ ആർ പ്ലസ്, അതിവിടെ ഡൊമെയിനായിട്ട് വരും. കാരണം ലോഗരിതമിക് ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ ഡിഫൈൻ ചെയ്യപ്പെടുന്നുള്ളൂ. നെഗറ്റീവ് വാല്യൂസിന് ഇതുവരെ ലോഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ആർ പ്ലസ് ആൻഡ് റേഞ്ച് ആറാണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. അതുകൂടാതെ 10 എന്നുള്ളത് എപ്പോഴും ഈ ഫംഗ്ഷനിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ വൈ ഈക്വൽ ടു ലോഗ് എക്സ് എന്നുള്ള ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ എടുത്താൽ എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ ലോഗ് 1 എന്നല്ലേ വരിക, അപ്പോൾ അത് 0 ആണ്, ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലോഗരിതം ടേബിൾ നോക്കിയാൽ, ലോഗരിതം ടേബിളില്ലേ ക്ലർക്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ട്, അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് നോക്കുക, ഗ്രാഫിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് നോക്കാം. ഇവിടെ നോക്കുക നിങ്ങൾ അല്ലേ, എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണല്ലോ, അപ്പോൾ 10 കൂടി ഗ്രാഫ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രാൻറ്റിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യാണ്, ഫോർത്ത് ക്വാഡ്രാൻറ്റിൽ ഗ്രാഫ് വൈ ആക്സിൻ്റെ നെഗറ്റീവ് സൈഡിനോട് അപ്രോച്ച് ചെയ്യാണ്. അതായത് എക്സ് 0 അടുക്കും തോറും, അതിൻ്റെ ഇപ്പുറം ഇല്ല അല്ലേ, കാരണം എക്സിൻ്റെ നെഗറ്റീവ് വാല്യൂ ഇവിടെ ഇല്ലല്ലോ, ഫസ്റ്റ് ഫോർത്ത് ക്വാഡ്രാൻറ്റിലേ ഉള്ളൂ. അതായത് എക്സിന് നെഗറ്റീവ് വാല്യൂ ഇല്ല എന്നർത്ഥം, കാരണം ഗ്രാഫ് പോസിറ്റീവ് വാല്യൂവിന് മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഡൊമെയിൻ എന്താന്ന് പറഞ്ഞത്, ആർ പ്ലസ് ആണെന്ന് പറഞ്ഞത് അല്ലേ. ഡൊമെയിൻ ആർ പ്ലസ് ആണ്, നെഗറ്റീവ് വാല്യൂ എക്സിന് ഇല്ല. അപ്പോൾ ഡൊമെയിൻ ആർ പ്ലസും റേഞ്ച് എന്താണ്, 6 ആണ് അല്ലേ. വൈക്ക് എല്ലാ വാല്യൂ ഉണ്ടല്ലോ, കാരണം ഫസ്റ്റ് ക്വാഡ്രാൻറ്റിൽ എല്ലാ പോസിറ്റീവ് വാല്യൂസിനും ഗ്രാഫ് പോകുന്നുണ്ട്. അതുപോലെ വൈയുടെ നെഗറ്റീവ് സൈഡിലും ഗ്രാഫ് ഉണ്ട് അല്ലേ, ഫോർത്ത് ക്വാഡ്രാൻറ്റിൽ താഴേക്ക് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 6 ആണ് ഉള്ളത്, ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എക്സിൻ്റെ ഗ്രേറ്റർ വാല്യൂസിന് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ദിസ് ഈസ് ആൾസോ എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഗ്രാഫ് താഴേക്ക് പോകുന്നു, വൈ ആക്സിനോട് അപ്രോച്ച് ചെയ്യുന്നു, ബട്ട് നെവർ മീറ്റ്, വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്നില്ല, വൈ ആക്സിനോട് അപ്രോച്ച് ചെയ്യുന്നു. പിന്നെ 10 ബേസ് ആയിട്ടുള്ള ലോഗരിതത്തിനെയാണ് കോമൺ ലോഗരിതം എന്ന് പറയുന്നത്. അതായത് ലോഗ് എക്സ് വിത്ത് ബേസ് 10 എന്ന് എഴുതാം, ലോഗ് എക്സ് വിത്ത് ബേസ് 10 അതിന് കോമൺ ലോഗരിതം എന്ന് പറയും. അതുപോലെ ഈ ബേസ് ആയിട്ടുള്ള ലോഗിനെയാണ് നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത്. അതായത് ലോഗ് എക്സ് വിത്ത് ബേസ് ഇ അല്ലെങ്കിൽ ഇൻ എക്സ് എന്നതും INX. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലോഗ് എക്സ് വിത്ത് ബേസ് ഇ എന്ന് പറയുമ്പോൾ ഈ ബേസ് ആയിട്ടുള്ളത്, അതായത് നാച്ചുറൽ ലോഗരിതം, അതിന് സാധാരണ നമ്മൾ ബേസ് എഴുതാറില്ല, വെറുതെ ലോഗ് എക്സ് എന്ന് എഴുതും. ഇപ്പോൾ y ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് മാത്രം എഴുതിയാൽ അതിൻ്റെ അർത്ഥം അതൊരു ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് ഇ ആണെന്നർത്ഥം. വേറെ ഏത് ബേസ് ആയാലും നമ്മൾ ബേസ് അവിടെ വേറെ തന്നെ എഴുതും, പക്ഷേ ഈ ബേസ് ആയാൽ ബേസ് എഴുതാറില്ല. അതും ഒരു പ്രത്യേകത ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ രണ്ട് ഫങ്ഷൻസും, കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നിന്നാണ് ലോഗരിതമിക് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും പരസ്പരം ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്, കാരണം അതിൻ്റെ ഡെഫിനിഷൻ ആ രീതിയിലാണ്. അതായത് രണ്ടിൻ്റെ ഗ്രാഫ് നിങ്ങളിപ്പോൾ ഒരു XY പ്ലെയിനിൽ തന്നെ വരക്കുകയാണെങ്കിൽ, ഒന്നിച്ച് തന്നെ വരക്കുകയാണെങ്കിൽ, ഒരു XY പ്ലെയിൻ എടുത്തിട്ട് അതിൽ രണ്ട് ഗ്രാഫും വരക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ y ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനല്ലേ y ഈക്വൽ ടു എക്സ്, ആ ലൈനിൻ്റെ പൊസിഷനിൽ ഒരു മിറർ വെക്കുകയാണെങ്കിൽ e⁻x ഗ്രാഫിൻ്റെ ഇമേജ് ആയിട്ട് log x നിങ്ങൾക്ക് കാണാൻ പറ്റും.
അല്ലെങ്കിൽ log എക്സിൻ്റെ മിറർ ഇമേജ് ആയിട്ട് ഇ റേസ് ടു എക്സ് കാണാൻ പറ്റും. സോ അത് ആ രീതിയിലാണ് അവ രണ്ടും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവ ഇൻവേഴ്സ് ഫങ്ഷൻസ് ടു ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും. log x ആൻഡ് ഇ റേസ് ടു എക്സ് ആർ ഇൻവേഴ്സ് ഫങ്ഷൻസ് ടു ഈച്ച് അതർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോഗ് ആൻഡ് ഇ റേസ് ടു എക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ റൂൾസ് ഓഫ് ലോഗരിതം, ഇതൊക്കെ പ്രോബ്ലംസിൽ ആവശ്യമാണ്. ഒന്നാമത്തത് ലോഗ് എ ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. ഇതിന് പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയുക. രണ്ട് പ്രോഡക്റ്റിൻ്റെ ലോഗരിതം, രണ്ടോ രണ്ടിൽ കൂടുതലോ എത്ര വേണമെങ്കിലും ആവാം. അവയുടെ പ്രോഡക്റ്റിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലോഗ് ആഡ് ചെയ്തതാണ്, ലോഗ് എ പ്ലസ് ലോഗ് ബി. അതുപോലെ ഡിവിഷൻ ലോഗ് എ ബൈ ബി, അതിനെ ആ കോഷ്യൻ റൂൾ എന്ന് പറയും. അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാണ്. മൂന്നാമത്തെ പവർ റൂൾ എന്നാണ് പറയുക. ലോഗ് ഓഫ് എ റേസ് ടു എൻ, എൻ എന്ന് പറയുന്നത് പവറാണ്. അപ്പോൾ എൻ ലോഗ് എ എന്ന് പറയും, എൻ ലോഗ് എ ആണ്. അപ്പോൾ ഇതിനെ പവർ റൂൾ എന്നാണ് പറയുക. അപ്പോൾ വേറൊരു റൂളും കൂടിയുണ്ട്, ബേസ് ചേഞ്ചിങ് റൂള്. അത് പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റൂൾസ് ഓഫ് ലോഗരിതം. ഇത് പ്രോബ്ലത്തിൽ ആവശ്യമാണ്. അടുത്ത മെത്തേഡിലും നമുക്ക് ആവശ്യമുണ്ട്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നാണ് അടുത്ത മെത്തേഡ്, അതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നോട്ടായിട്ട് കൊടുത്തത് ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. ലോഗ് ഇ എഴുതിയാൽ ലോഗ് ഇ വിത്ത് ബേസ് ഇ എന്നാണ് അതിൻ്റെ അർത്ഥം. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അതുപോലെ അടുത്ത നോട്ടായിട്ട് ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ആണെന്നുള്ളത്, അതിൻ്റെ പ്രൂഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വൈ ആണ് ഇ റേസ് ടു ലോഗ് എക്സ് എടുക്കുന്നതെങ്കിൽ പുട്ട് വൈ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എക്സ്. അപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് വൈ ഈക്വൽ ടു ലോഗ് ഓഫ് ഇ റേസ് ടു ലോഗ് എക്സ്. ഇനി ആർ എച്ച് എസിൽ പവർ റൂളല്ലേ, പവർ റൂളല്ലേ ഇത് വരിക, ലോഗ് ഇ റേസ് ടു ലോഗ് എക്സ്. അത് പവർ റൂൾ കൊടുക്കുമ്പോൾ ലോഗ് എക്സ് ലോഗ് ഇ എന്ന് വരും അല്ലേ. ലോഗ് ഇയുടെ വാല്യൂ 1 ആയതുകൊണ്ട് അത് ലോഗ് എക്സ് എന്ന് മാത്രം വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് എന്നാണ്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കുമല്ലോ, കാരണം രണ്ട് ഫംഗ്ഷൻ്റെ ലോഗാണ് രണ്ട് സൈഡിലുള്ളത് അല്ലേ. അപ്പോൾ അവ ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂസ് ഈക്വൽ തന്നെ ആയിരിക്കും. വൈ ഈക്വൽ ടു എക്സ്, അതായത് ഇ റേസ് ടു ലോഗ് എക്സ് ആണ് നമ്മൾ വൈ ആയിട്ട് എടുത്തിന്, അത് എക്സ് തന്നെ കിട്ടി. അതായത് ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെ കിട്ടി. അപ്പോൾ ഈ 3 നോട്ട്സും ഓർത്ത് വെക്കുക. ഇതൊക്കെ പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും ആവശ്യം വരും. ലോഗ് 1ൻ്റെ വാല്യൂ 0, ലോഗ് ഇ ഈക്വൽ ടു 1, ഇ റേസ് ടു ലോഗ് എക്സ് ഈക്വൽ ടു എക്സ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് നമുക്ക് പറയാം. നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ പ്രത്യേകതകളല്ലേ പറഞ്ഞത്, ഇ റേസ് ടു എക്സിൻ്റെയും ലോഗ് എക്സിൻ്റെയും ഗ്രാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ നമ്മളിവിടെ പഠിക്കുന്നത്. ഇ റേസ് ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ഇത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പരിചയപ്പെട്ട സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. അത് ഉപയോഗിച്ചിട്ടും അതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡാണല്ലോ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അതിൽ നമ്മൾ കൊടുത്താൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും, ഇ റേസ് ടു എക്സ് പ്ലസ് എച്ച് മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇ റേസ് ടു എക്സ് പ്ലസ് എച്ചിനെ രണ്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റാമല്ലോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എച്ച് മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എച്ച്. ലിമിറ്റ് കൊടുക്കാം. ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ടിലും ഇ റേസ് ടു എക്സ് ഇല്ലോണ്ട് അതിനെ പുറത്തെഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എച്ച് മൈനസ് 1 ബൈ എച്ച്. ഇനി ലിമിറ്റ് എച്ചിലല്ലേ ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ഇ റേസ് ടു എക്സിന് അതിൽ എച്ച് ഇല്ലാത്തതുകൊണ്ട് അതിനെ പുറത്തെഴുതാം. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റേസ് ടു എച്ച് മൈനസ് 1 ബൈ എച്ച്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 എന്നിട്ടും ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ നമ്മൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണുന്നത്. അത് ഇ റേസ് ടു എക്സ് തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ് എന്നുള്ളത് ഓർമ്മിക്കാം. അത് ഇ റേസ് ടു എക്സിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഡെറിവേറ്റീവ് അത് തന്നെ കിട്ടുന്നു. ഇതേപോലെ നമുക്ക് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവും ഇങ്ങനെ
തെളിയിക്കാൻ പറ്റും. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് മാത്രം എഴുതിയത്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ് കിട്ടുക. അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡും അതുപോലെ ലോഗ് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ലിമിറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണെന്നുള്ളത് ഓർമ്മിക്കുക. അതുകൂടാതെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കണം. ഇനി ഇതുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസാണ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗ് ഫങ്ഷൻസ്. ഇതൊക്കെ സിമ്പിളാണ്. ഇവിടെ എല്ലാം ചെയിൻ റൂളിൻ്റെ അപ്ലിക്കേഷനാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് e⁻⁻x ഡെറിവേറ്റീവ് സിമ്പിളാണ് അല്ലേ. y = e⁻⁻x എന്ന് കൊടുത്താൽ /x എന്താ വരിക? e⁻x e⁻x തന്നെ അല്ലേ. അപ്പോൾ e⁻⁻x എന്ത് വരും? e⁻⁻x ഇൻറ്റു -x അതായത് -1 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ? -e⁻⁻x അല്ലേ. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്. മറ്റൊന്ന് e⁻cos x. y = e⁻cos x എന്ന് എഴുതിയാൽ ഡെറിവേറ്റീവ് എന്താ? e⁻cos x ഇൻറ്റു cos x എന്താണ്? -sin x. അപ്പോൾ ആൻസർ എന്താ? -sin x e⁻cos x. അടുത്തത് y = e⁻sin 1x. അപ്പോൾ ഡെറിവേറ്റീവ് e⁻sin 1x ഇൻറ്റു sin 1x 1/√1 - x². നെക്സ്റ്റ് cos 1 e⁻x. cos 1 ആണ് ആദ്യത്തത് അല്ലേ. അതിൻ്റെ ഉള്ളിൽ e⁻x. അപ്പോൾ cos 1 ഫോർമുലയാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്? -1/√1 - e⁻x² e⁻x അല്ലേ ബ്രാക്കറ്റിനുള്ളിലുള്ളത്. അപ്പോൾ 1 - e⁻x² ഇൻറ്റു e⁻x ഡെറിവേറ്റീവ് e⁻x. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? -e⁻x /√1 - e⁻2x എന്ന് വരും. e⁻x² e⁻2x എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്തത് √(e⁻√x). അതും ഇതൊക്കെ നിങ്ങൾ ചെയിൻ റൂളിൽ ഇതേപോലത്തെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്തതാണ്. അപ്പോൾ ചെയിൻ റൂൾ കറക്റ്റായിട്ട് അറിയാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. y = √(e⁻√x). ദെൻ ഡെറിവേറ്റീവ് /x is √x-ൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള കമ്പാരിസണാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ 1/2√(e⁻√x) ഇൻറ്റു പിന്നെ e⁻√x-ൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്? e⁻√x ഇൻറ്റു പിന്നെ √x അല്ലേ പിന്നെ അവിടെയുള്ളത്. e⁻x-ൻ്റെ അല്ലേ e⁻x വരിക. e⁻√x-ൻ്റെ ആണെങ്കിലോ e⁻√x ഇൻറ്റു √x-ൻ്റെത് 1/2√x. ഇത്രയും ടേംസ് ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അതൊന്ന് റീറൈറ്റ് ചെയ്യാം. e⁻√x ആണ് ന്യൂമറേറ്ററിലുള്ളത്, ബാക്കിയെല്ലാം ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ /4 ഇൻറ്റു √(x ഇൻറ്റു e⁻√x). അതായത് എക്സും e⁻√x രണ്ടും റൂട്ടിനുള്ളിലാണുള്ളത്, അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതി. അതാണ് ആൻസർ വരുന്നത്. അടുത്തത് sin tan 1 e⁻⁻x. ഇത് കുറേ ഉണ്ടല്ലേ. സൈന് അതിൻ്റെ ഉള്ളിൽ tan 1 പിന്നെ e⁻⁻x. അപ്പോൾ അതിനെല്ലാം ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ്. /(x) ആദ്യം സൈനിൻ്റെതാണ്. സൈനിൻ്റെത് കോസ് അല്ലേ. അപ്പോൾ cos tan 1 e⁻⁻x എന്ന് വരും. പിന്നെ tan 1-ൻ്റെത് കൊടുക്കണം. 1/1 പ്ലസ് ഏതിൻ്റെ സ്ക്വയറാണ്? e⁻⁻x². കാരണം tan 1-ൻ്റെ ഉള്ളിൽ e⁻⁻x അല്ലേ ഉള്ളത്. അപ്പോൾ 1/1 പ്ലസ് e⁻⁻x² ഇൻറ്റു പിന്നെ e⁻⁻x-ൻ്റെ ഡെറിവേറ്റീവ് അതായത് e⁻⁻x ഇൻറ്റു -1-ൻ്റെയും കൂടി വേണ്ടേ, -x-ൻ്റെയും കൂടി വേണ്ടേ, -1 എന്ന് വരും. ഇനി അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ -e⁻⁻x ഇൻറ്റു cos tan 1 e⁻⁻x /1 പ്ലസ് e⁻2x എന്ന് കിട്ടും. അത്രയാണ് വരുന്നത്. അടുത്തത് sin log x. ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷനാണ് വരുന്നത്. സൈനിൻ്റെ ഉള്ളിൽ log x എന്നാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്താ വരിക? സൈൻ ഡെറിവേറ്റീവ് കോസ് അല്ലേ. കോസ് log x എന്ന് വരും ആദ്യം. ഇൻറ്റു പിന്നെ log x-ൻ്റെത് 1/x എന്ന് വരും. അപ്പോൾ cos log x/x എന്ന് എഴുതാം. അടുത്ത ലോഗ് കോസ് e⁻x. അപ്പോൾ ലോഗ് ഉണ്ട്, കോസ് ഉണ്ട്, പിന്നെ e⁻x ഉണ്ട് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് എന്താ വരിക? /(x). ലോഗിൻ്റെത് 1/x അല്ലേ log x-ൻ്റെത്.
അപ്പോൾ ലോഗ് കോസ് ഇ റേസ് ടു എക്സിൻ്റെ എന്ത് വരും 1/cos ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇപ്പോൾ അടുത്തത് കോസിൻ്റെ അല്ലേ വേണ്ടത് അപ്പോൾ മൈനസ് സൈൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെത് ഇ റേസ് ടു എക്സ് എന്നും വരും. അപ്പോൾ ഇവിടെ സൈൻ ഇ റേസ് ടു എക്സ് ബൈ കോസ് ഇ റേസ് ടു എക്സ് നമുക്ക് ടാൻ ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. പിന്നെ ഒരു നെഗറ്റീവും ഉണ്ടല്ലോ, അപ്പോൾ മൈനസ് ടാൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് അല്ലെങ്കിൽ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇ റേസ് ടു എക്സ്. അതിനാണ് ആൻസർ. നെക്സ്റ്റ് ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ്. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്താ 1/log x അല്ലേ, ബ്രാക്കറ്റിനുള്ളിൽ log x അല്ലേ, അപ്പോൾ 1/log x ഇൻറ്റു log xൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ 1/x log x എന്ന് വരും. നെക്സ്റ്റ് cos x ബൈ log x, ഇത് കോഷ്യൻ്റ് ഫോമിലാണല്ലേ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതാണ് കോഷ്യൻ്റ് റൂള്. അത് പ്രകാരം log x ഇൻറ്റു മൈനസ് സൈൻ എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൈനസ് സൈൻ എക്സ്, മൈനസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെത് 1/x ബൈ ലോഗ് എക്സ് സ്ക്വയർ. ഇവിടെ രണ്ടും ന്യൂമറേറ്ററിൽ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഓഫ് സൈൻ എക്സ് ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് ബൈ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. വേണമെങ്കിൽ ഇതിനെ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിൽ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ എക്സിനെ വേണമെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയും ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 2 ഹോംവർക്കും തന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു എക്സ് റേസ് ടു 4 പ്ലസ് ഇ റേസ് ടു എക്സ് റേസ് ടു 5. ഇവിടെ 5 ടേമിൻ്റെ അഡീഷനാണ്, അപ്പോൾ ഓരോന്നിൻ്റെ ഡിഫറൻസിയേഷൻ അല്ലേ. ആദ്യത്തെ ഇ റേസ് ടു എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ അല്ലേ. ഇ റേസ് ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരിക, ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് 2x എന്ന് വരും അല്ലേ. അങ്ങനെ ഓരോന്നും ചെയ്യാം, എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ പ്രോബ്ലം കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്, അത് എന്താണ് ചെയിൻ റൂൾ പ്രകാരം ചെയ്യാം. ഓക്കെ, താങ്ക് യു.